നല്ലൊരു ഫീലിങ്സ് ആണ് കേട്ടോ. നല്ലൊരു ഫീലിംഗ് അവിടെ കിട്ടിയത്. ഇപ്പോഴും മറ്റേ തണുത്ത ആ കോടങ്ങനെ നമ്മൾ മേത്ത് വന്ന് കാണാം. ഗ്ലാസ്സിലൊക്കെ കണ്ടില്ലേ, കോടയുടെ തുള്ളികൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. കോടാണോ ഇനി ഇവിടുത്തെ ഈ ഖരീഫ് സീസൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. എപ്പോഴും ഫുൾ ടൈം ഇതേപോലെ ഇങ്ങനെ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നല്ല ഈ ഒരു ക്ലൈമറ്റ് ഇപ്പം തന്നെ കിട്ടുള്ളൂ. അത്രാവശ്യം വരുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഖരീഫ് സീസൺ അതിൻ്റെ പേരിൽ ഇവിടെ എല്ലായിടത്തും ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഇന്ന് രാവിലെ തന്നെ ഒരുപാട് പേര് ഇതിലെ നടന്നു പോയിട്ടുണ്ട് കേട്ടോ കേസ്. അതിൻ്റെ ഇതുകൾ കാണുന്നുണ്ട്. കറക്റ്റ് നാട്ടിലത്തെ പോലത്തെ ഒരു ഫീലിംഗ്. ഒരു വാദിയാണ് കേട്ടോ അത്. ഇവിടെ ഉള്ളൊരു സംഭവം കണ്ടില്ല, ഇത് റോഡാണ് കേട്ടോ. പക്ഷേ ഇത് വാദിയും കൂടിയിട്ടാണ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വാദി ഉണ്ടല്ലോ, ആ വെള്ളം അത് ഇവിടെ വന്ന് ഇതിൽ കയറും. വെള്ളം വരുമ്പോൾ ഇതിൽ കൂടെ വാദിയിട്ട് അങ്ങോട്ട് പോകും. കണ്ടോ, ഇതിൽ നിന്നാണ് ആ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. നമ്മൾ നേരത്തെ കണ്ട പാലവും ഒക്കെ അവിടെ ഉണ്ട്. ആദ്യം നിന്ന് എങ്ങനെ വന്ന് ഇതിൽ കണ്ട് കയറും. ഇതിൽ കണ്ട് കയറിയാൽ പിന്നെ ഒരു തോട് പോലെ കാന പോലെ ഇങ്ങനെ പോവും. പക്ഷെ മഴ ഇല്ലാത്ത സമയത്ത് വണ്ടികളൊക്കെ ഇതുവഴി പോവും. വേണ്ട അടിപൊളിയായിട്ട് ഇവിടെ ഒരു ചെയ്ത് ചെയ്യണമൊക്കെ. റോഡിന് റോഡുമായി, തോടിന് തോടുമായി. വേണ്ട രണ്ട് സൈഡും അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ട് എന്തോ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ അല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഷഫീറാണ്. ഞാനിപ്പോൾ ഉള്ളത് സലാലയിലാണ്. സലാലയിൽ ഇപ്പോൾ ഖരീഫ് സീസൺ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ വരുന്ന വഴി കണ്ടില്ലേ, ഇതൊരു വാദിയാണ് കേട്ടോ. വാദിയും റോഡും കൂടിയിട്ടാണത്. നമ്മളവിടുന്ന് വരുന്ന വാദികൾ അങ്ങനെ ഇതായി വന്ന് ഇവിടുന്ന് ഈ ഭാഗത്ത് വെച്ചിട്ട് നേരെ ഇതിലേക്കൊണ്ട് ജോയിൻ്റ് ആവും. ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകും. ഇങ്ങനെ വരുന്നു, നേരെ അപ്പുറത്ത് പോയിട്ട് അവിടുന്ന് കണക്കാവും. ഈ റോഡ് ഇങ്ങനെ തിരിഞ്ഞു പോകും. ഇത് പ്രത്യേകതകളുണ്ടല്ലേ. മഴയുള്ള സമയത്ത് ഇതൊക്കെ ഇത് തോടായിട്ട് യൂസ് ചെയ്യും, അല്ലാത്തപ്പോൾ ഇത് റോഡായിട്ട് യൂസ് ചെയ്യും. നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ കേസ് റോഡ് ഇവിടെ വെച്ചിട്ട് തിരിഞ്ഞ് പോകട്ടെ, ഇവിടുന്ന് വളഞ്ഞ് അങ്ങോട്ട് പോകണം. പക്ഷെ എനിക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ആ റോട്ടിൽ കൊണ്ട് കയറാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്ത് കൂടെ കറങ്ങി അങ്ങനെ പോകണം. ഇവിടുത്തെ എല്ലാ വഴികളും ഇങ്ങനെ തന്നെയാണ്. ഏകദേശം ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ തോട്ടിൽ കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ കയറി പോകണം. അപ്പോൾ നോക്കി നോക്കാം. ഇന്നലെ നല്ലൊരു മഴ പെയ്ത കാരണം ചെളിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പക്ഷേ ആളുകൾ പോയിട്ടുണ്ട് കേട്ടോ. സൈക്കിളൊക്കെ പോയ അടയാളം കാണുന്നുണ്ട്. നടന്ന് പോയിട്ടൊക്കെ ആ ചെളിയുണ്ട്. നമ്മുടെ നാട്ടിലെ പാടത്ത് ചെളിക്കൂടെ പോകണം. ഇല്ല പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പാടുപെടും. ഈ ചെരുപ്പിട്ട് തൈനോ ചെളിക്കൂടെ പോകാൻ വേണ്ടി തന്നെ വലിയ അലമ്പില്ല. വീണ ആരുമില്ല കാണാൻ. പാമ്പുണ്ടാവുമോ എന്നറിയില്ല കേട്ടോ. കല്ലുകളൊന്നും ഇവിടെ പാമ്പുണ്ടാവില്ല വിചാരിക്കണം. വെള്ളത്തിൽ നാട്ടിലെ ചെളിക്കൂടെ പോകാൻ ഫീൽ ചെയ്യും. ചെളികളൊക്കെ പാട്ട് എന്തൊക്കെയോ തവള മീനൊക്കെ പോകുന്നുണ്ട്. വലിയ പ്രശ്നമില്ല കേട്ടോ. തൊട്ടിട്ട് വെള്ളം നല്ല വെള്ളം വിചാരിക്കുന്നു. ചെളി എത്ര പൂക്കൾ കാണുന്നുണ്ട്. അങ്ങനെ കേസ് നമ്മളതിൽ നിന്ന് അങ്ങോട്ട് കടന്നു കേസ്. അവിടുന്ന് കയറാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും വഴികൾ ഇത് വഴി തന്നെയാണ്. പക്ഷെ എന്താണ്, അത്യാവശ്യങ്ങൾക്ക് ആരും അങ്ങനെ യൂസ് ചെയ്യണമൊന്നുമില്ല. ചെറിയൊരു ഇതായിട്ട് കണ്ട നമ്മളൊരു റോട്ടിൽ വന്ന് കയറി, ഒരു ടൗൺ ഏരിയയിൽ വന്ന് കയറി. വേണ്ട ഇതങ്ങനെ നേരെ കടലിലേക്ക് പോട്ടെ. വാഴയും കൃഷിയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയിലൊരു സ്ഥലം ഫുള്ള് വാഴ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ വാഴയാണ്. ഞാൻ എത്ര മാത്രമേ ഇതാക്കണുള്ളൂ. ആ പറമ്പിൻ്റെ ഉള്ളിൽ അവിടെ ഇതിൽ കയറാനുള്ള പെർമിഷൻ ഒന്നുമില്ല. ഇവിടെ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ള് കോടമഞ്ഞ്, നല്ല കടലിൻ്റെ നല്ല സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ആ ഭാഗത്തുനിന്ന്. പക്ഷെ കാണാൻ പറ്റണില്ല സ്ഥലം. ഇതിൻ്റെ അപ്പുറത്ത് കടലാണ് പറഞ്ഞത്. നല്ല മഞ്ഞും കാര്യങ്ങളുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു വരുന്ന ഗ്രൗണ്ട് പോലെയാണ്. പക്ഷേ അതൊരു വാദ്യമാണ്. ഇവിടെ ഈ പാലം കണ്ട ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ശരിക്കും നല്ല വെള്ളം വരും. നല്ല വെള്ളം ഇങ്ങനെ പരന്നൊഴുകിൻ്റെ ഉള്ളിൽ കൂടെ നല്ല രസമായിട്ട് കണ്ട. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണ്, കുറേ ഇതുകളൊക്കെ ഉണ്ട്. നമ്മളിതതിന് ഈ വഴി കൂടെയാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ വന്നു ഇനി ഈ വഴിയാണ്ട് നടന്നു നോക്കി നോക്കുക. അടിപൊളിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് റോഡാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ സൈൻ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രകൃതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇന്ന് വന്ന് നിൽക്കുന്നത് സലാലയിലാണ്. കോർ സലാല നാച്ചുറൽ റിസർവിലാണ് ഉള്ളത്. അതിൻ്റെ അടുത്താണ് ഉള്ളത്. ഇവിടെ ഒരു ബീച്ചാണ്, ബീച്ചിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. ഇതിപ്പോൾ ടൈമിംഗ് ഉണ്ട് ഇതിനുള്ളിലേക്ക് പോകാനുള്ളത്. അങ്ങനെ വെള്ളി ശനി ഓഫാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. രാവിലെ 7:30 മുതൽ ഒരു ഉച്ചവരെ ഉണ്ട്.
എന്ത് സംഭവിച്ചത്, അവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. നേരെ അവിടെ കടലാണ്, അതിനപ്പുറത്ത് കടലാണ് കാണുന്നത്. അവിടെ കടലിലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ കടലുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇത് നേരെ വന്ന് അവിടെ അവസാനിക്കുന്നത് കുറച്ച് വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. അവിടം വരെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ മഞ്ഞ് കാണുന്നുണ്ടോ? മഞ്ഞുള്ളതുകൊണ്ട് ആ എന്ത് നമുക്ക് കാണില്ല. അപ്പോൾ ഇവിടെ ഫിഷിങ് പാടില്ല, പിന്നെ ബേഡ്സിനെ പിടിക്കാനോ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസും പാടില്ല ഇവിടെ. അത് നാച്ചുറലായിട്ട് അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ മമ്നി ഒന്ന് വരുമ്പോൾ തന്നെ ഈ റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ബോർഡ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനി കാഴ്ചകളൊന്നും കൂടെ കണ്ടു നോക്കാം. നല്ല കോടുണ്ട് കേട്ടോ, നല്ലൊരു ഫീലിങ്. എന്താ പറയുക, വയനാടും ഇവിടെയൊക്കെ പോയൊരു ചെറിയൊരു ഫീലിങ്. ഫുള്ള് കോടങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ലൊരു ഫീൽ. എന്തായാലും രാവിലെ ഇറങ്ങിയത് നന്നായി. അടിപൊളി. ഇതൊക്കെ ഇത് ഫീൽ ചെയ്യാണ്ട് പോയാൽ നഷ്ടമായിരുന്നില്ല അല്ലേ? ബീച്ചിലെ വ്യൂ കണ്ടില്ലേ, മഞ്ഞ് വ്യൂ. ഇത് വണ്ടിയൊക്കെ വന്നൊക്കെ ഉണ്ട്. അവിടെ കുറേ ബേഡ്സ് ഇതൊക്കെ ഉണ്ട്. വെറുതെ അല്ല. ഓപ്പണിംഗ് ടൈം രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് അതിൻ്റെ ടൈമിങ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് ഏത് വഴിയെന്നറിയില്ല. നമ്മൾ വരുമ്പോൾ അവിടെ കണ്ടതാണോ എൻട്രൻസ്, അപ്പുറത്തെ സൈഡിലാണോ എന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാണ്. വെള്ളിയും ശനിയും അവധിയാണ്, ഓപ്പണല്ല. അപ്പോൾ ഇത് കാര്യമില്ല. പിന്നെ മാത്രമല്ല, ഇത് നല്ല മഞ്ഞാണ്. ഞാനത് കയറാൻ പറ്റുമോ, എവിടെയാണ് അതിൻ്റെ ഓപ്പണിംഗ് എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ഫെൻസ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. പിന്നെ അതുപോലെ അതാ പറന്നു കൊണ്ട് കാണുന്നുണ്ട് വല്ലതും. എല്ലാം പറഞ്ഞു, ഞാൻ പറഞ്ഞതിനൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിതാ ബീച്ചിലെത്തി. അതിൻ്റെ എൻ്റെ ഇവിടെ ബീച്ചിലേക്ക് വരുന്നത്. നമ്മൾ അവിടെ നിന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല കോട മഞ്ഞ് സെറ്റ്. ഇവിടെ ഇറങ്ങിപ്പോയാലും ആരും കാണില്ലല്ലോ. ആരും കാണില്ല. വരുന്ന മക്കളെ കടല്. എന്തായാലും ഞാനൊന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നത് കേട്ടാ. ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നത് ചെടിയിൽ കൂടെ വെള്ളത്തിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് കടലിൻ്റെ തൊട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഒരാളാ കടൽ ഒന്ന് പാടോ ഒന്ന് തൊടാൻ വേണ്ടി വന്നിട്ട് എൻ്റെ അടുത്തേക്ക് പറഞ്ഞില്ലല്ലോ. മറ്റോട്ട് പോയപ്പോൾ വരുന്ന ഓടി വരുന്നു ഞാൻ. അവിടൊക്കെ കയറി വരുന്നുണ്ട് സാധനം വരുന്നുണ്ട്. ഒന്ന് പാടോ. ഇതാണ് നിങ്ങൾ പ്രശ്നം. നമ്മൾ വെയിറ്റ് ചെയ്താൽ ആരും വരില്ല. അല്ലാത്തപ്പോൾ കാണാം കുറേ വരുന്നത്. ഒന്ന് കാല് നനച്ചോട്ടെ, വേണമെങ്കിൽ നനപ്പിച്ചോ. താങ്ക് യു സോ മച്ച്. അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഒക്കെ കയറി പോകണ്ടിട്ടാ. കടന്നാക്ക് നാട്ടിൽ ഈ സാധനം കുറേ തെണ്ടി നടന്നിരുന്നു ലവ് ബേഡ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി. വെറുതെ കിടക്കണം അവിടെയൊക്കെ. അതാ കുറേ ഉണ്ട്. അത് നെറ്റാണ് കേസ്, വണ്ടിയല്ല. ഇത്ര ദൂരത്തുനിന്ന് കണ്ടപ്പോൾ മഞ്ഞുള്ള കാരണം ശരിക്കും മനസ്സിലായി. എന്തോ വണ്ടി കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ ടെൻ്റ് ഇട്ട പോലെ, അങ്ങനെ എന്തോ ചെറിയൊരു ഇതുപോലെ തോന്നി. അപ്പോൾ നെറ്റ് പിടിച്ച് വലിച്ച് കയറ്റിയിട്ടുള്ളതാ. കേടായിട്ടുണ്ട്. വേണ്ട അങ്ങനെ. അപ്പോൾ കേസ് നമ്മൾ ഇന്ന് കണ്ടത് കോർസലാല നാച്ചുറൽ റിവറിൻ്റെ ഒരു ഭാഗമാണ് കണ്ടത്. കടലിലേക്ക് ഇങ്ങനെ ജോയിൻ്റ് ആവുന്ന ഒരു ഭാഗം. അതായത് നമ്മളോട് തഴിമുഖെന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു ഭാഗമാണ് കണ്ടത്. അതും എങ്ങനെ ഫുൾ കോടയിൽ കിടക്കുന്നത്. കോടമഞ്ഞിൽ ഈ ഖരീഫ് സീസണിൽ കാണാൻ പറ്റിയത്. ഈ സമയത്ത് പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ആ റിവറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. കാരണം നമുക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അതിൽ അലൗഡില്ല. നമുക്ക് ഒഴിവുള്ളത് വെള്ളിയാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് അലൗഡില്ല. പിന്നെ മാത്രമല്ല, അതിൻ്റെ പുറത്ത് പോയപ്പോൾ കുറച്ച് ബേഡ്സിനൊക്കെ കണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. കണ്ട നേരത്തെ കണ്ട ഭാഗമാണ്, അതിൻ്റെ ഉള്ളിലാണ്, അവിടെയാണ് വരുന്നത് സംഭവം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊക്കെ നമ്മൾ പോയി കണ്ടതല്ലേ. അപ്പോൾ ഓക്കെ ബൈ.